ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറി നമുക്കും എങ്ങനെ ശരിയാക്കാവുന്നതാണ്. അപ്പോൾ കോട്ടയം സ്റ്റൈൽ മീൻ കറി എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല, മീൻ പുളി ഇങ്ങനെയൊക്കെ ഇട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ കോട്ടയം സ്റ്റൈൽ മീൻ കറി എങ്ങനെ വെക്കാമെന്നും അതിലെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം. അപ്പം ഓക്കെ, ഇന്നത്തെ ഈ കോട്ടയം സ്റ്റൈൽ അയലക്കറി ശരിയാക്കാനായിട്ട് ഫ്രഷായിട്ട് കുറച്ച് അയല കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കാണിക്കാം. ഓക്കെ, നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങിട്ട് കൊടുക്കുന്നു. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു 6-7 അല്ലി തൊലിയോട് കൂടിയ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് വെച്ചേക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മീൻ പുളി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതും അങ്ങോട്ട് അടച്ച് മാറ്റി വെക്കാം. മൺചട്ടിയിലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറ് കഴുകിയതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന പുളിവെള്ളം കൂടെ, അതായത് മീൻ പുളി, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അങ്ങിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ കുറുകിയ ചാറോടുകൂടിയ എണ്ണ തെളിഞ്ഞ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ മുളക് മാത്രം ചേർത്ത് മല്ലിപ്പൊടി ഇടാതെ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഒന്ന് ശരിയാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം. അതുവരെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. അപ്പം ഓക്കെ.